നമ ശിവായ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറയുന്നത് ചില ഫോട്ടോകളൊക്കെ ഭഗവാന്റെ നമ്മൾ വീടുകളിൽ വെക്കുമ്പോൾ നമ്മൾ വളരെ അതിൻ്റെ സത്യം അറിഞ്ഞിരിക്കണം. ഓരോ ഫോട്ടോകളും നമ്മൾ പൂജാമുറിയിൽ വെക്കുമ്പോൾ അതിന് അതിൻ്റേതായ അടിസ്ഥാന തത്വമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ശിവകുടുംബം, മഹാദേവൻ്റെ കുടുംബം എന്ന് പറയുന്നത് അറിയാമല്ലോ എല്ലാവർക്കും. മഹാദേവന് പാർവതീദേവി, സുബ്രഹ്മണ്യ ഭഗവാൻ, അതുപോലെ മുരുക ഭഗവാൻ, അവർ 4 പേരും കൂടെ കൂടുന്നതാണ് ശിവകുടുംബം. ശിവകുടുംബ ചിത്രം നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമുക്കുണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് പറയുന്നത്. നമുക്കെന്തായാലും ഓരോ ചിത്രങ്ങളും നമ്മൾ പൂജാമുറി വെക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പോസിറ്റീവായ ഒരു എനർജി നമ്മളിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. അത് മിക്ക ചിത്രങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളത് നമുക്ക് എല്ലാ ചിത്രങ്ങളും ഭഗവാന്റേത് നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നതാണെങ്കിലും കുടുംബപരമായിട്ട് ഭഗവാന്മാരുടെ ചിത്രം വയ്ക്കുന്നത് നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുമെന്നുള്ളതാണ്. അത്തരത്തിലൊന്നാണ് ശിവകുടുംബ ചിത്രം. ശിവം എന്നാൽ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. മംഗളം എന്നാണ് അർത്ഥം. അതെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ കുടുംബജീവിതം നമുക്ക് അതീവ കൃത്യമായി കാട്ടുന്ന ഈ ചിത്രത്തിൽ മഹാദേവൻ്റെയും ആ പാർവതീദേവിയുടെയും ഇരുവശത്തായിട്ട് പുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും ഉപവിഷ്ടരായിരിക്കുന്നു. ഇതാണ് ആ ഒരു ചിത്രം കാണുന്നത് തന്നെ ഒരു മംഗളദായകമാണ്. ആ ശിവകുടുംബമാണ് മംഗളം എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിൽ അടിസ്ഥാനപരമായ സങ്കല്പം ഈ ശിവകുടുംബം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. എങ്ങനെയായിരിക്കണം മാതാപിതാക്കൾ കുട്ടികൾ മാതാപിതാക്കളോട് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഉത്തമമായ ഒരു സങ്കല്പമാണ് മഹാദേവൻ്റെ ഈ കുടുംബചിത്രത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം മഹാദേവൻ്റെ വാഹനം നമുക്കറിയാം കാളയാണ്, എന്നാൽ ദേവിയുടേത് സിംഹവുമാണ്. എന്നാൽ ഒരാൾ മറ്റൊരാളിൻ്റെ ഭക്ഷണമായിട്ട് ഇവിടെ മാറുന്നുമുണ്ട്. പുത്രന്മാരിൽ ഗണപതിയുടെ വാഹനം എലിയും മുരുകൻ്റെ വാഹനം മയിലുമാണ്. മഹാദേവൻ്റെ ആ കണ്ഠാഭരണം എന്ന് വിളിക്കുന്നത് നാഗമാണ്. നാഗം എന്ന് പറഞ്ഞാൽ അത് മയിലിൻ്റെ ഭക്ഷണമാണ്. നാഗത്തിൻ്റെ ഇര എലിയും. എന്നിട്ടും അവ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. അപ്പം ശിവകുടുംബം എന്ന് പറയുമ്പോൾ വളരെ വൈവിധ്യമുള്ളതാണ്. ഐക്യത്തിൻ്റെയും ആ യോജിപ്പിൻ്റെയും ചൈതന്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പരസ്പരം ഭക്ഷിക്കുന്നെങ്കിൽ പോലും അവയെല്ലാം ഒന്നിച്ച് തന്നെയാണ്, ഒരു കുടുംബത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ കുടുംബജീവിതത്തിൻ്റെ പവിത്രത നമുക്ക് എടുത്തു കാണിച്ചു തരുന്ന ഈ ചിത്രം നമ്മുടെ ഭവനത്തിൽ വളരെ ഐശ്വര്യപ്രദാനം ചെയ്യുമെന്നുള്ളതാണ്. വളരെ ഐശ്വര്യപ്രദാനം ചെയ്യും. അപ്പോൾ ശിവകുടുംബ ചിത്രം പൂജാമുറിയിലോ അതുപോലെ പ്രധാന വാതിലിന് അഭിമുഖമായോ നമുക്ക് വയ്ക്കാം. ചിത്രം വെച്ചാൽ മാത്രം പോരാ, ആ ചിത്രം വയ്ക്കുന്ന ആളിൻ്റെ നാമങ്ങളും ചൊല്ലണം. ശിവകുടുംബ വന്ദന ശ്ലോകമൊക്കെ ചൊല്ലി ഭക്തിപൂർവ്വം അവിടെ നമസ്കരിക്കുക എന്നുള്ളതാണ്. നിത്യവും നമ്മൾ 3 തവണയെങ്കിലും മഹാദേവനെയും പാർവതീദേവിയെയും മുരുക ഭഗവാനെയും ഗണപതി ഭഗവാനെയും ഒക്കെ സ്മരിച്ചുകൊണ്ടുള്ള വന്ദന ശ്ലോകം ചൊല്ലുന്നത് നമ്മുടെ കുടുംബത്തിൽ ഐക്യവും അഭിവൃദ്ധിയും സമ്മാനിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ളതായ സ്വരച്ചേർച്ചയില്ലായ്മ പരിഹരിക്കുവാൻ ഉത്തമമായ ഒരു മാർഗമാണിത്. വടക്കോട്ട് ദർശനമായ ഇരിക്കുന്ന വീടുകളിൽ പ്രധാനമായിട്ടുമുള്ള വാതിൽ വടക്കോട്ടായിരിക്കും അല്ലേ? അപ്പോൾ ചിത്രത്തിൻ്റെ മുന്നിൽ തെക്കോട്ടായിട്ട് നമ്മൾ നമസ്കരിക്കുവാനും പാടില്ല. പകരം വലത്തുവശത്തു മാറി കിഴക്കോട്ട് അഭിമുഖമായിട്ട് വേണം നമ്മൾ ഭഗവാനെ നമസ്കരിക്കുവാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇല്ലാത്ത വീടുകളിൽ
ഉള്ള വീട്ടുകളിലൊക്കെ ഈ ഭഗവാന്റെ ചിത്രം വയ്ക്കുന്നതിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു തത്വമാണ് നമ്മളിവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശിവകുടുംബം അടങ്ങുന്നതായ ഫോട്ടോകൾ മേടിച്ച് ഉചിതമായ രീതിയിൽ പൂജാമുറിയിൽ വയ്ക്കുക. പറഞ്ഞ രീതിക്കനുസരിച്ച് നമ്മൾ ഭഗവാനെ നമസ്കരിക്കുക. കിഴക്കോട്ട് അഭിമുഖമായിട്ട് തന്നെ ഭഗവാനെ വയ്ക്കുക, നമസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ആ മംഗളദായകനായിരിക്കുന്ന ഭഗവാന്റെ ആ അനുഗ്രഹം ആ കുടുംബത്തോടൊപ്പം നമുക്കും നമ്മുടെ കുടുംബത്തിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ.